ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ സംസാരിക്കാൻ പോകാമെന്ന് വിചാരിക്കണം കേട്ടോ. ഇറ്റ്സ് ജസ്റ്റ് എ കാഷ്വൽ ടോക്ക് ബിറ്റ്വീൻ യു ആൻഡ് മീ. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് തോന്നിയിട്ട്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ 2 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു അതും ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് തമ്മിൽ ഒരു 30% എങ്കിലും ഡിഫറൻസ് ഉണ്ടാവില്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന കാര്യം ഇപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന രീതി, അതുപോലെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, വിത്ത് ടൈം വാട്ട് ഹാവ് യു അച്ചീവ്ഡ്, നമ്മുടെ ലൈഫിൽ നമ്മൾ വന്ന കാര്യങ്ങൾ, നമുക്ക് വന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ചുറ്റും നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള ന്യൂ ആൾക്കാർ, അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ഈ 2 ഇയേഴ്സിൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴേ എനിക്ക് ഭയങ്കര ഡിഫറൻസ് പോലെ തോന്നി. ശരിക്കും പണ്ട് ഇങ്ങനെ നമ്മുടെ ഫേസിൽ തന്നെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോസിലൊക്കെ. അതുപോലെ തന്നെ സംസാരിക്കേണ്ട ടോപ്പിക്ക് ഞാൻ എത്ര പ്രാവശ്യം ടേക്ക് ആൻഡ് റീടേക്ക് കഴിഞ്ഞിട്ട് ഞാനത് പ്രസന്റ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഇപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം ബെറ്റർ. കുറേയൊക്കെ പെട്ടെന്ന് സ്പീഡിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഐ ഫെൽറ്റ് ഹാപ്പി. എൻ്റെ മാരേജ് ഉണ്ടായിരുന്നത് ഡിസംബറിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ച് എൻഡായപ്പോൾ ഞാനിവിടെ ഒമാനിലേക്ക് വന്നു. അങ്ങനെ ഒരു ഏപ്രിൽ തൊട്ടിട്ടാണ് നമ്മളിവിടെ ഒരു ഫ്ലാറ്റിൽ ഞാനും അച്ഛനും കൂടെ താമസിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്കിവിടെ വന്ന ടൈമിലുണ്ടല്ലോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, നാട്ടിലെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വർക്ക് അറ്റ് ഹോം ആണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇന്ത്യൻ ടൈം 8 to 5 ആണ് എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 6:30 ലോഗിൻ ചെയ്ത് 3:30 ഇറങ്ങും. അപ്പോൾ എനിക്ക് 6:30 വർക്കിന് കയറണം. അതുപോലെ തന്നെ അച്ചു 6:30 വർക്കിന് പോകും. അപ്പോൾ അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ആവണം, ലഞ്ചിൻ്റെ കാര്യങ്ങളാവണം, ഡിന്നർ പിന്നെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. എനിക്ക് ഇതൊക്കെ എന്ത് കുക്ക് ചെയ്യണം, എങ്ങനെ കുക്ക് ചെയ്യാൻ അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ മാനേജ് ചെയ്യണ്ട, ടൈം കറക്റ്റ് മാനേജ് ചെയ്തിട്ട് നമ്മളിങ്ങനെ പോകണം. അതിനിടയിൽ വർക്ക് ഉണ്ടാവും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, വീട് കറക്റ്റായിട്ട് ക്ലീൻ ആക്കി വെക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഒരു ഫസ്റ്റ് ഒരു 1 to 2 weeks എന്ന് പറഞ്ഞാൽ. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കടയിൽ പോവും. കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമൊക്കെ കുറേ പച്ചക്കറികളൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് വരും, ഇവിടെ വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വീക്ക്ലി കറികളതൊക്കെ ഉണ്ടാക്കും. പക്ഷെ എൻഡ് ഓഫ് ദ വീക്ക് ആകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കേടായിപ്പോവും മീൻസ് കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ വാങ്ങിയ കാര്യങ്ങളെല്ലാനും ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആ വീക്കിൽ. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് കുറവായിട്ട് വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മിസ്മാച്ചും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഇങ്ങനെ ഓരോ ഓട്ടമായിരുന്നു. എന്ന് വെച്ചാൽ വെളുപ്പിന് ചിലപ്പോൾ 4:30 എണീക്കും, എന്നാലാണ് 5:30, 6, 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ എല്ലാ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വന്നിരിക്കുക. വർക്കിൻ്റെ ടൈമിൽ എനിക്കങ്ങനെ അവിടെ കിച്ചണിൽ പോയി വർക്ക് ചെയ്യണത് എനിക്ക് താല്പര്യമില്ല, മീൻസ് അതെനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ അതിന് മുന്നേ എൻ്റെ എല്ലാം കഴിഞ്ഞ് കുളി അടക്കം കഴിയാൻ വേണ്ടി ഞാൻ മാക്സിമം വരെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻറ്റേർണൽ സ്ട്രെസ്സും കൂടിയായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ലിസ്റ്റ് പോലെ ഈ വീക്കിൽ ഈ കറികളൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇന്ന ഡിഷസൊക്കെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓക്കെ ഇത് ഉണ്ടാക്കിയാൽ പോരെ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ള ഐറ്റംസ് നമ്മൾ വീക്ക്ലി പർച്ചേസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ വീക്കിലേക്ക് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രിഡ്ജ് കറക്റ്റ് ക്ലീൻ ആവും, നമുക്കൊരു വേസ്റ്റേജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഒന്നും കളയാതെ നമുക്ക് സേവ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ഒക്കെ നമ്മൾ കുറച്ചും കൂടിയും ഇപ്പോൾ കട്ട് ചെയ്യാനുള്ളത് മോർണിംഗിലേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈവനിങ് എൻ്റെ വർക്ക് ഒരു 3:30 കഴിഞ്ഞ് ആ ടൈമിൽ ഞാൻ ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മോർണിംഗിലുള്ള ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഇത് ഭയങ്കര റഷ് കുറഞ്ഞു കിട്ടി. അപ്പോൾ തന്നെ ഭയങ്കര സമാധാനമായി. അങ്ങനെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ ഓൾവേസ് നമ്മൾ ഒറ്റ സ്റ്റെപ്പിലായിരിക്കില്ല ഉണ്ടാവുക. യു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് യു അൺലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കും. നമുക്ക് ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ അതവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ചെയ്യും. അങ്ങനെ കുറേ ഡിപ്സ് ഉണ്ടാവും, അപ്സ് ഉണ്ടാവും. അങ്ങനെ ഒരു അടിപൊളി ലൈഫായിരിക്കണം അല്ലേ? നമ്മളുടെ പ്രൊഫഷണൽ ലൈഫാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും ഒരേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. രണ്ടിലും നമുക്ക് ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാം, പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. അത് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഒരുപാട് ന്യൂ മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ്, നമുക്ക് പറയില്ലേ ജേർണലിങ്, അതുപോലെ തന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക, നമ്മുടെ മെമ്മറീസ് കളക്ട് ചെയ്ത് വെക്കുക. അതൊരു ഭയങ്കര സ്പെഷ്യൽ ഫീലാണ്. ചില ആളുകൾക്ക് അത് ഫോട്ടോസ് ത്രൂ ആയിരിക്കും, ചില ആളുകൾ വീഡിയോ ത്രൂ ആയിരിക്കും അവരെ മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കുക. ചിലവരാണെങ്കിലോ
ജേർണലിംഗ് ആയിരിക്കും. ആൻഡ് ഐ ലവ് ജേർണലിംഗ്. പക്ഷെ ഞാൻ കുറേ നാളായിട്ട് പെൻ ആൻഡ് പേപ്പർ ജേർണലിംഗ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കൂടുതലും ഓൺലൈനായിട്ടാണ്. ലൈക്ക് ഐ ഹാവ് എ പേഴ്സണൽ മെയിൽ, അതിൽ നിന്ന് വേറൊരു മെയിലിൽ നിന്ന് ഐ സെൻഡ് മെയിൽസ് ഓഫൺ. അങ്ങനെ നമ്മുടെ കുറേ മെമ്മറി ഒരു ലെറ്റേഴ്സ് പോലെ ഞാനിങ്ങനെ അയക്കും കേട്ടോ. ആൻഡ് ഐ ഡോണ്ട് ഷെയർ ദ പാസ്വേഡ് വിത്ത് എനിവൺ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ആ പാസ്വേഡ് എടുത്ത് അതിൽ കയറി വായിച്ചു വെക്കുമ്പോൾ ഓക്കെ, ഞാൻ എനിക്ക് തന്നെ കുറേ വർഷം മുന്നേ എഴുതിയിട്ടുള്ള കുറേ ലെറ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് ഞാൻ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ പറയണത് എത്രമാത്രം റിലേറ്റബിൾ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് സം ഓഫ് യു ക്യാൻ റിലേറ്റ്. നമ്മൾ പറയില്ലേ, നമ്മൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നമ്മൾ വി ഹാവ് ടു മൂവ് ഓൺ. ഓരോ സ്റ്റേജസ് ഇൻ ലൈഫിൽ വി ഹാവ് ടു മൂവ് ഓൺ. അങ്ങനെ മൂവ് ഓൺ ചെയ്യുമ്പോൾ യു കളക്ട് സം എക്സ്പീരിയൻസ്, യു കളക്ട് സം മെമ്മറീസ് ആൻഡ് മൂവ് ഓൺ വിത്ത് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ കളക്ടിങ് യുവർ മെമ്മറീസ് ആൻഡ് അപ്ഗ്രേഡ് യുവർ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.